ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് സിനിമാടന്മാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നുകൂടി ഇരിക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഞാൻ സിനിമാടനേക്കാളും കൂടിയ നടനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ചെയ്യാത്ത AS21 എന്ന് പറഞ്ഞ പവർ കൂടിയ ആംപ്ലിഫയർ ബോർഡ് അസംബിൾ ചെയ്യാൻ പോകും. ഇത് ഗുജറാത്തുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് അയക്കാൻ വേണ്ട, ഗുജറാത്തിന് അയക്കാനാണ്. അപ്പം ഞാനും ഇത് എനിക്ക് എൻ്റെ കയ്യിൽ ഇത് ഇടക്കാലത്ത് 1-2 കിട്ടിയിരുന്നെങ്കിലും ഈ വ്യാപകമായിട്ട് നമ്മുടെ TV21 ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏത് ഹോം തിയേറ്ററിൻ്റെ പഴയ സ്പീക്കർ നമുക്ക് TV21 കൊടുക്കാം. പക്ഷേ AS21 ആളിച്ചിരി ഗൗരവക്കാരനാണ്. ഇവന് 220 വാട്ട്സ് ഒരു സ്പീക്കറിന് വരും. അങ്ങനെ 220 + 220 + 350 വാട്ട്സ് എന്ന് പറയുമ്പോൾ 3500 വാട്ട്സ് എന്നെഴുതിയ JBLൻ്റെ ഒക്കെ ഊഫർ കൊടുക്കാൻ പറ്റുന്ന അതിശക്തനായ മസിൽമാനായ ഒരാളാണ്. അവനെ ഒന്ന് നമ്മൾ അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ് AS21 2.1 ചാനൽ. പിന്നെ വേറെ അതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് 200 വാട്ട്സ് 36 + 12 ആണ്. 12 വോൾട്ടും കൂടെ ഉണ്ട്. പിന്നെ ആംപ്ലിഫയർ ആയിട്ടൊക്കെ വേറെ ബോർഡുകളൊക്കെ അസംബിൾ ചെയ്യേണ്ടവർക്ക് 12 വോൾട്ട് വേണം. 12 വോൾട്ട് ഇതെന്ന് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. 36 വോൾട്ടാണ് ഇതിന് കൊടുക്കേണ്ടത്. ഒരു 36 എന്നുള്ളത് ഒരു 34 ഒരു 2-3 വോൾട്ടേജ് കുറച്ച് കൊടുക്കുന്നത് നല്ലതാണെന്ന് പൊതുവേ എല്ലാവരും പറയാറുണ്ട്. ഞാനും അത് ഇരിക്കുന്നു. പിന്നെ ഇതിൻ്റെ AC കോഡ് എന്ന് പറഞ്ഞാൽ എർത്ത് സഹിതമുള്ളതാണ്. എർത്ത് പോസിറ്റീവ് ഇത് അത്ര ഉള്ളതാണ്. എർത്തും ഉണ്ട്, പോസിറ്റീവ് ഇതും. പിന്നെ ഇത് 36 വോൾട്ട് ഔട്ട്പുട്ട്. നമുക്കിതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം എങ്ങനെയാവുമെന്ന്. നമ്മളിത് അസംബിൾ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കി ഒരാൾക്ക് അയക്കാനാണ്. ഒരാൾക്കല്ല, ഗുജറാത്തിലൊരു എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് അയക്കാനാണ്. അപ്പോൾ നമ്മളതിൻ്റെ അകം തുറക്കുകയാണ്. സ്ക്രിപ്റ്റൊക്കെ ഒന്ന് വായിച്ച് കേട്ടോ. ഈ കവർ എടുക്കാം ആദ്യം. ഇതെടുത്തിട്ട് ഇത് കാണില്ല, അതിൻ്റെ വിവരങ്ങളല്ലാതെ എഴുതിയിട്ടുണ്ട്. ഈ ബോർഡ് ഇതാണ് ബോർഡ്. പിടിച്ചു. നമ്മൾ അസംബ്ലിങ് തുടങ്ങാം. അസംബ്ലിങ് തുടങ്ങാൻ ഇവരൊരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പക്ക സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ ഡ്രൈവറാണ്. അതുകൊണ്ട് നമുക്ക് കാന്തം ഇല്ല. അതുകൊണ്ട് എൻ്റെ കാന്തമുള്ള എൻ്റെ സ്ക്രൂ ഡ്രൈവർ അവിടെ പെട്ടിക്കകത്തെല്ലാം ആക്കിയിട്ടുണ്ട്. ഈ പെട്ടിക്കകത്തിട്ട് എടുത്ത് വേണേൽ ഇങ്ങോട്ട് വെച്ചോ. വേണ്ട. അപ്പോൾ അത് ഞാൻ എടുക്കുകയാണ്. ഇതിനിവിടെ ഒരു ഫാനുണ്ട്. മറ്റേ TV21 ഒരു കപ്പാസിറ്ററാണ്, ഇതിന് 2 കപ്പാസിറ്ററുണ്ട്. ഇതിന് 8 കോയിലുണ്ട്, 8 വലിയ ഡിസ്കുണ്ട്. പെൻഡ്രൈവ് നമുക്ക് പാട്ട് മുമ്പോട്ടും പുറകോട്ടും ആക്കാനുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് പിടിപ്പിച്ച് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ മണ്ഡലത്തെ ബോർഡ് പിടിപ്പിക്കാം. അതിന് മുമ്പ് നമ്മൾ കുറ്റികളൊക്കെ നാട്ടാം. ആദ്യം 4 കുറ്റി അടിക്കുക. വീട് പണിയുമ്പോഴും ആദ്യം കുറ്റിയാണല്ലോ അടിക്കുന്നത്, കഴിഞ്ഞാലേ വീട് പണിയാൻ പറ്റുള്ളൂ. അപ്പം 4 കുറ്റി അടിക്കാൻ പോവാണ്. വളരെ സൂക്ഷ്മമായ കുറ്റികൾ. എന്നാണേലും ഇത് കണ്ടുപിടിച്ചവൻ മിടുക്കനാണ്. ISO 9001 സർട്ടിഫിക്കറ്റൊക്കെ അവന് കിട്ടി. പക്ഷേ ഈ മൊബൈൽ കണ്ടുപിടിച്ചവനെ എന്നാ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് ഞാൻ ഓർക്കുന്നത്. മനുഷ്യൻ്റെ സ്വസ്ഥത കളയുന്നതാണ്. അതായത് ആരെയാണ് വിളിച്ചത്? തൂണ് പിടിപ്പിച്ചോന്ന് കാണിച്ച്. 1 തൂണ്, 2 തൂണ്, 3 തൂണ്, 4 തൂണ്. ഇനി അടിയിലത്തെ ആദ്യം അങ്ങ് പിടിപ്പിച്ചേക്കാം. അടിയിലത്തെ ZK AS21. ഈ ZK ഒന്നും നോക്കണ്ട, ഈ AS21 എന്നുള്ളതാണ് ഈ ബോർഡിൻ്റെ നമ്പർ കേട്ടോ. അത് ZK പല ടൈപ്പ് നമ്പറുകൾ അവർ ഓരോ സമയം ഇങ്ങനെ മാറ്റി മാറ്റി അടിച്ചുകൊണ്ടിരിക്കും. ശരിക്കും ഇതിൻ്റെ നമ്പർ AS21. മറ്റേ നമ്മുടെ ബോർഡിൻ്റെ പേര് TB21. ഓക്കെ.
യുണൈറ്റഡ് മെമ്മറീസ് എടുത്തോ. ഹലോ, ആ പറഞ്ഞോളൂ. ആ ആ മാറ്റിത്തരാമല്ലോ, കൊണ്ടുവന്നാ മാറ്റിത്തരാം. അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ചൈനക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ നട്ടിടാൻ പോലുമുള്ള സമയമില്ലാതെ അവർ ആ സമയത്തൂടെ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നട്ടിടാനുള്ള കാര്യങ്ങളും കൂടെ നമുക്കവർ ഊരിയിട്ട് തന്നിരിക്കുക. ഊരിപ്പോയിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് മാത്രം അവർ ഇട്ട് വെച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അവരെ കണ്ടുപിടിക്കണം. അവർ ഒരു നിമിഷം പോലും വിശ്രമിക്കുന്നില്ല. അവരിപ്പോൾ ജോലിയോട് ജോലിയാണ്. ഇന്ന് ചൈനയുടെ മുമ്പിൽ അമേരിക്ക വരെ മുട്ടുകുത്തിയിരിക്കുന്നു. അത് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. കഠിനാധ്വാനത്തിൻ്റെ അവരുടെ രാജ്യത്ത് തന്നെ കഠിനാധ്വാനം ചെയ്തു. അല്ലാതെ ഇവിടെ നിന്ന് രാജ്യം വിട്ടു പോവുകയല്ല അവർ ചെയ്തത്. അവരവരുടെ രാജ്യത്ത് നിന്ന് കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്ത് അവരുടെ രാജ്യത്തിന് സമൃദ്ധി ഉണ്ടായി. ഇന്ന് ചൈന എന്ന് പറഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ചൈന എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ വളരെ ക്ലീനും നീറ്റുമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പ്രോഡക്റ്റാണിത്. ബാറ്ററി വേണോ? പാനാസോണിക്കിൻ്റെ ബാറ്ററിയുടെ ചേട്ടൻ വന്നിരിക്കുന്നു. വേണോ? 2 വീക്ക് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ അപ്പോ അതിന്റെ സ്റ്റാൻഡ് നമ്മള് അപ്പം നമ്മൾ മറ്റേ ഫിക്സഡ് മറ്റേ സ്റ്റാൻഡ് വെക്കാനുള്ള ചെറിയ പ്രശ്നം വന്നാണ്. അപ്പൊ നമ്മൾ മാഷയിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അമ്മ കൈ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തീരെ സപ്ലൈ. ഞാനിത് കവറിട്ടു. ഇനി ഫാൻ മാത്രമേ പുറത്ത് കാണുകയുള്ളൂ. ഫാൻ കറങ്ങുന്നത് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. പുതിയ ബോർഡല്ലേ, നമുക്കെല്ലാം നോക്കാം. ഇത് 200 വാട്ട്സിൻ്റെ 36 വോൾട്ട് 12 വോൾട്ടും എടുക്കാവുന്ന ഒരു പവർ സപ്ലൈ. ഈ പവർ സപ്ലൈ നല്ല പവർ സപ്ലൈ ആണ്. ഇത് നമുക്ക് ഈ ഒരു കവറിലാക്കാനെങ്കിൽ ഈ കവറിൽ ഞാൻ ആക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൃത്യമാണ്. ഇത് അടയുന്നതും സ്ക്രൂ ഇടുന്നതുമൊക്കെ കൃത്യമാണ്. നമ്മൾ പറഞ്ഞു പണിതുപോലെയാണ് ഈ കവർ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെല്ലടാനങ്ങല. വളരെ കഷ്ടപ്പെട്ടാണ് ഇതിന് പറ്റിയ ഒരു കവർ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഇനിയിപ്പം നമുക്ക് വേണ്ടത് സപ്ലൈ ആണ്. സപ്ലൈക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവൻ പാട്ട് പാടുന്നതായിരിക്കും. നമുക്ക് നോബ് ഇട്ടേക്കാം. നോബ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഒരു സൈഡിലേക്കെല്ലാം ഇങ്ങനെ താത്തു വെക്കുക. ഒരു സൈഡിലേക്കെല്ലാം താത്തു വെക്കുക. അതിനുശേഷം നോബ് എടുക്കുക. നോബേൽ ഒരു വരയുണ്ട്, വര ഇത് കണ്ടോ, ഒരു വര ഒന്ന് കാണിച്ചറിയൻസി. ഈ വര എല്ലാവരും കണ്ടിട്ട് കാണും. ഇതാണ് അതിൻ്റെ വര. അപ്പം അവിടെ ഇപ്പം നമ്മളിങ്ങനെയല്ലേ വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിലേക്കാണ് കൂട്ടുന്നത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പം നമ്മൾ നേരെ ഇരിക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ, അതായത് ക്ലോക്ക് വൈസ്, മറ്റേ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നും പറയും. ക്ലോക്ക് കറങ്ങുന്ന പോലെയാണ് ഓടുന്നതെങ്കിൽ അതിനാണ് റൈറ്റ് സൈഡിലേക്ക് എന്ന് പറയുന്നത്. ആണെങ്കിൽ ആണ് ഇത് കൂടുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇത് കുറയുന്നത്. പറഞ്ഞ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഇങ്ങനെ പിടിച്ചു. ആദ്യത്തെ നോബ് നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ഒരു ലെവൽ നോക്കി ഇട്ടാൽ മതി. ചിലർ ചോദിക്കും, ഇതൊക്കെ ഈ കുഞ്ഞുപിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? കുഞ്ഞുപിള്ളേരും ഇത് കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അവരും പഠിക്കട്ടെ. അപ്പം രണ്ടാമത്തെ നോബ് ഇട്ടു. നാളെ നിങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റണം നിങ്ങൾക്കെല്ലാം. മൂന്നാമത്തെ നോബ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അത് ഈ വോളിയം കൺട്രോളിൻ്റെ നോബാണ്. വോളിയം കൺട്രോളിൻ്റെ നോബിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അത് മൂന്നാമത്തെ നോബ് ഇട്ടു. കൺട്രോൾ നോബ് ഇട്ടേക്കാം ആദ്യം. അതാണ് അത്യാവശ്യമുള്ള സാധനമാണ്. വോളിയം കൺട്രോളിൻ്റെ നോബ് ഓക്കെ ഇട്ടു. പിന്നെ ബാസ് ട്രിപ്പിൾ ഫ്രീക്വൻസി ബാസ്. ഓക്കെ, എല്ലാം ശരിയായി. ഓളിയം കൂടി, ബാസ് ട്രിപ്പിൾ എല്ലാം ആയിട്ടുണ്ട്. ഹലോ, ഇന്ന് അയക്കും. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അയക്കാനേ, അതാ ഞാൻ നോക്കുന്നു. ഞാനവിടെ ഇത് എൻ്റെ വയറെല്ലാം എന്ത് ചെയ്യും, എൻ്റെ സാധനങ്ങൾ എടുത്ത് മാറ്റി എല്ലാം കളഞ്ഞാൽ പിന്നെ കിട്ടിയല്ലോ. ഓക്കെ,
മുകളിൽ ആണിയെ തൂക്കുക ആ കമ്പിയുടെ മുകളിലോട്ട്. ഹലോ, ആ പറഞ്ഞോ. അതെ അതെ, 43 ഇഞ്ച്, 45,000, 46,000 ആ റേഞ്ച് വരും. ലോണില്ല, ലോൺ നമുക്കില്ല, ലോണില്ല. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ കൊടുക്കാൻ പോവാണ്. പവർ സപ്ലൈക്കകത്ത് ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തായിരുന്നു, ലോൺ എടുത്ത് വീട് പണിയുന്നത് ലാഭകരമാണെന്ന് പറഞ്ഞ്. അത് ഭയങ്കര വൈറലായി പോയത്, 5 ലക്ഷം പേരും കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഒരാളിപ്പോൾ ടി വിയുടെ ലോണ് നമ്മളൊരു 40,000 രൂപയ്ക്ക് കിട്ടുന്ന ടി വി ലോൺ എടുത്ത് മേടിക്കുമ്പോൾ 50,000 രൂപയെങ്കിലും ആവും. അതിൻ്റെ പലിശയുടെ പലിശയും ഈ പൈസ 2 തവണ അടഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറി വരും ആൾക്കാർ. ഈ ഫൈനാൻസുകാരൻ വന്ന് തെറി വിളിക്കും. ആണുങ്ങളില്ലാത്ത സമയത്ത് പെണ്ണുങ്ങളെ വന്ന് തെറി വിളിക്കും. ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഫൈനാൻസുകാരൻ. അതുകൊണ്ട് കഴിവതും നമ്മൾ അധ്വാനിച്ച് ചില പൈസ ഉണ്ടാക്കി വെച്ചിട്ട് മേടിക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ചില സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് മേടിക്കാം. 50 ഇഞ്ച് എടുക്കാൻ പൈസ ഇല്ലേ 32 ഇഞ്ച് മേടിച്ച് ഉപയോഗിക്കുക. നമ്മൾ ഈ പ്രവണതകൾ മാറ്റണം. ഈ ആവശ്യമില്ലാത്ത പോയി ലോൺ എടുക്കുക, വണ്ടിക്ക് ഭയങ്കര മുന്തിയ വണ്ടി എടുത്ത് ലോൺ എടുക്കുക, വണ്ടി പിന്നെ CC-കാരൻ പിടിച്ചോണ്ട് പോവുക, വീട്ടിൽ കയറി ഇറങ്ങുക, പെണ്ണുങ്ങൾ അനാവശ്യം കേൾക്കുക, വലിയ ടി വി മേടിക്കുക. ഇവിടെ വലിയൊരു കട തുടങ്ങിയപ്പോഴേ ലോൺ എടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് വളരെ സഹതാപം തോന്നി. ഈ ലോൺ എടുത്ത് ഇന്ന് വരെ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? അവൻ പിന്നെ ഇവന്റെ അടിമയാ, ഇവൻ ഈ പണി എടുത്തോണ്ടിരിക്കും. വേറൊരു ഒരു പുള്ളി ഇവിടുന്ന് രാജ്യം വിട്ട് UK പോയിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ പേര് പറയുന്നില്ല. ഒരാൾ ലോൺ എടുത്ത് അങ്ങനെ രക്ഷപ്പെട്ട ഒത്തിരി പേരുണ്ട് കേട്ടോ. പാപ്പര എറിഞ്ഞു കൊടുത്ത് ആ രക്ഷപ്പെടിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നമുക്ക് പറ്റിയല്ലോ. അപ്പം ശ്രദ്ധിക്കുക, കഴിവതും ലോൺ എടുക്കാതിരിക്കുക, അധ്വാനിച്ച് 10 പൈസ മാറ്റി വെച്ചിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കുക. അങ്ങനെ എൻ്റെ ഒരു ഉപദേശമല്ല, ഞാൻ ആരും ഉപദേശിക്കാനും ആളല്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ സമാധാനത്തിൽ ജീവിക്കാം. അല്ലെ ഉള്ള സമാധാനം മുഴുവൻ പോകും. അവിടുന്ന് മറിച്ച് ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടുന്ന് മറിച്ച് അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തെരികട കളിക്കുക. ചില സിനിമയ്ക്കകത്ത് ജയറാമിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് ജയറാം പെണ്ണ് കെട്ടിക്കൊണ്ട് വരികയല്ലേ, ഏതോ ഒരു മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ സിനിമ എന്ന് തോന്നുന്നു. അപ്പം ചോദിച്ചു, ഇത്രയും പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ നീ ഇനി പെണ്ണും കൂടെ കെട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് ജയറാം. അവിടെ മൊത്തം പ്രശ്നമാണ്. ഇവിടെ ഒരു സിനിമ വരുമ്പോണ്ടായി പുള്ളിയും കൂടെ കാണിച്ച്. പുള്ളി പല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ്. എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സുരേഷ് ഗോപിയുടെ റോള് തരാന്ന് പറഞ്ഞു. സിനിമാ നടനെ ഇച്ചിരി ഇലക്ട്രോണിക്സും കൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അസംബിൾ ചെയ്യുന്നതൊക്കെ സൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ പടമില്ലാതെ വന്നാലും ജീവിക്കാമല്ലോ. അപ്പം നമുക്കിവിടെ 3 കണക്ഷനാണുള്ളത്. ഒന്ന് മെയിൻ, പോസിറ്റീവ്, ന്യൂട്രൽ, എർത്ത്. ഇവനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ, ഇവിടെ കളറുണ്ട്, കളർ ബേസിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്നാലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മുടെ മീറ്റർ എന്ത് ചെയ്യുന്നു, മൾട്ടിമീറ്റർ എടുക്കാൻ പോയാൽ ഞാൻ വേറൊരു സാധനം എടുത്തുകൊണ്ട് വന്നത്, കണ്ടിന്യൂറ്റി ടെസ്റ്റർ എന്ന് പറയും. വെറും 80 രൂപയ്ക്ക് കിട്ടുന്ന സാധനം AX. നമുക്ക് എവിടെയെങ്കിലും ലൈൻ കണ്ടിന്യൂഷൻ തിരിച്ചറിയാൻ ഇങ്ങനെ ഒരു സിമ്പിൾ സാധനം വീട്ടിലുണ്ടെങ്കിൽ മൾട്ടിമീറ്ററിൻ്റെ പണി നമുക്ക് എടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഫോൺ എടുത്തോട്ടെ. ഹലോ, പറഞ്ഞോ. എനിക്ക് ഇത് കണ്ടോ, ഇത് പോസിറ്റീവ്, ചുമല പോസിറ്റീവ്. അതായത് നമ്മളൊരു പ്ലഗ് കുത്തുമ്പോൾ ആ പ്ലഗിൻ്റെ ഫസ്റ്റ് റൈറ്റ് സൈഡ് ലൈനും ലെഫ്റ്റ് സൈഡ് ന്യൂട്രും ടോപ്പ് എർത്തും ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പോസിറ്റീവ്, ഇത് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്ത് കണ്ട പോസിറ്റീവാണ്. ഇതാണ്ട് ന്യൂട്രൽ, നമ്മൾ ബ്ലാക്ക് ന്യൂട്രലാണ്. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. എന്നാലും നമ്മളത് നോക്കുവാണേ. ഇതാണ്ട് എർത്ത്, മഞ്ഞ എർത്താണ്. സാധാരണ പച്ചയാണ് ഇടുന്നത്, ഇവർ മഞ്ഞ ഇട്ടു, കുഴപ്പമില്ല. മഞ്ഞയും പച്ചയും തമ്മിൽ ഇച്ചിരി ബന്ധമുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് അവനെ ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് ഇതാണ് നമ്മുടെ എർത്ത്. ഇവിടുത്തെ എർത്തും നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ബോഡി എർത്ത് ഇത് കണ്ടോ, ഇതാണ് ബോഡിയാണ് നമ്മുടെ എർത്ത്. ഇതിനെ നമ്മളിവിടെ കൊണ്ടുവരണം. കണ്ടോ, ഈ എർത്ത് ഇതിൻ്റെ എർത്തും ബോഡിയായിട്ട് ഒന്നാണ്. കണ്ടല്ലോ, ഇത് കണ്ടോ, ഇവരുമായിട്ട് കത്തുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഇവൻ കത്തുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. ഓക്കെ. അപ്പോൾ ഇതൊരു സാധനം ഇന്ന് തന്നെ മേടിച്ച് വെച്ചു. AXൻ്റെ 80 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ പേര് പറയുക ഇലക്ട്രോണിക് കണ്ടിന്യൂറ്റി ടെസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇലക്ട്രോണിക്സ് കണ്ടിന്യൂറ്റി ടെസ്റ്റർ 80 രൂപയ്ക്ക് കിട്ടുന്ന വളരെ നിസ്സാരമായ തുച്ഛമായ ഒരു സാധനമാണ്. ഒരു വീട്ടിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും
കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. എന്ന് പറഞ്ഞ് 230 കൊണ്ടേ മുട്ടിക്കല്ല്. ഇത് കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ്. കണക്ഷൻ ഉണ്ടോ എന്ന് മാത്രം നോക്കുന്ന സാധനമാണ്. കൊണ്ട് 230 കുത്താനുള്ളതല്ല. കുത്തി കത്തിയിട്ട് എന്തെങ്കിലും പറ്റിയ എന്നോടൊന്നും പറഞ്ഞേക്കല്ലേ. ചേട്ടൻ്റെ യൂട്യൂബ് കണ്ടിട്ടാണ് ഞാനത് മേടിച്ചിട്ട് ഞാൻ കറണ്ട് ചെക്ക് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞേക്കല്ലേ. ഇത് കറണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ കറണ്ട് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ കണക്ഷൻ എവിടെയാണ് എങ്ങനെ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേണം പിൻവലിച്ചിരിക്കുന്നു. മേടിക്കണമെന്നില്ല. ഉപയോഗം അറിയത്തില്ല, മേടിക്കണ്ട. എന്നെ സംബന്ധിച്ച് എല്ലാത്തിനും മൾട്ടിമീറ്റർ ഉള്ളതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടില്ല. പക്ഷേ സാധാരണ ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം ചുമല അങ്ങോട്ട് മുറുക്കുകയാണ്. ചുമലയെന്ന് പറയുന്നത് നമ്മുടെ ലൈന്. അതിനെ നമുക്ക് എന്നാ AC-ക്കകത്ത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല. അത് 50 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈനെന്നും ന്യൂട്രലെന്നും പറയും. അപ്പോൾ നമ്മൾ അടുത്തത് പച്ച നമ്മൾ ന്യൂട്രൽ കൊടുക്കുകയാണ്. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ലൂസ് കോണ്ടാക്റ്റ് ഒന്നും വരരുത്. അതുകൊണ്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് അവനെ നമ്മൾ കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഏത് സ്പീക്കറെ കൊടുക്കും? ഇത്ര പവറുള്ള സ്പീക്കർ അവിടെ പോയി മേടിച്ചുകൊണ്ട് വരും. ചെറിയതായിട്ട് നമ്മൾ സ്പീക്കറെ കൊടുത്ത് നോക്കാം. ഓക്കെ. പിന്നെ ഉള്ളത് എർത്ത് എന്ന് പറയുന്ന സാധനമാണ്. എർത്ത് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എർത്ത് എടുത്ത് കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് 2 ഔട്ട്പുട്ട് എടുക്കണം. അതായത് ഇനിയിപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. ഇത് കത്തുവോന്ന്, തീ കത്തുവെന്നല്ല, ഔട്ട്പുട്ട് വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇവിടെ പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ കൈയൊക്കെ അല്ലേ കറണ്ട അടി. ഇനി നമുക്ക് മൾട്ടിമീറ്റർ എന്ത് ചെയ്യും? മുമ്പത്തെ മൾട്ടിമീറ്റർ എടുത്ത് എന്ത് ചെയ്യും? എവിടെ പോയി? സഞ്ജയ എന്നെ നോക്കണം, കാണണമില്ല, അല്ലാതെ ഒന്നും കിട്ടിയല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ എടുത്തതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം. വോൾട്ടേജ് 36 വോൾട്ടാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഞാനൊരു ഇച്ചിരി കുറച്ച് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ രാജുവും ശക്തി മഹത്വവും 35 ഉള്ളൂ, 34 പോയിൻ്റേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ കുറച്ച് കൊടുത്തേക്കാം. ഒരു 34 ഇതുണ്ടോ, 33, 36 എന്നുള്ളതിന് ഞാനൊരു നമ്മുടെ സ്പീക്കർ കത്തിപ്പോകാതിരിക്കാൻ ഇച്ചിരി കൂടി കുറച്ചു. അല്ല, ഒത്തിരി കുറയ്ക്കണ്ട, 32 ആക്കി വെച്ചേക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ 31.9 അവർക്ക് വേണമെങ്കിൽ അവർ കൂട്ടിക്കോളൂ. വേണ്ട, കൂട്ടണ്ട. ഞാൻ കുറച്ച് തരുന്നത് കൂട്ടാൻ വേണ്ടിയിട്ടല്ല. 31.9 മതി. 36-ന് 4 വോൾട്ട് കുറച്ചിട്ടുണ്ട് ഞാൻ. അത് കുറച്ചതിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കാനില്ല. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ കണ്ടോ 11.1 വോൾട്ടുണ്ട്, 12 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ 2 ഔട്ട്പുട്ടാണ് 36. അത് അവിടെ 36 കുറയുന്നതനുസരിച്ച് ഇവിടെ വോൾട്ടേജ് ഇച്ചിരി കുറയുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു, ആ പണി കഴിഞ്ഞു. വോൾട്ടേജ് കുറച്ചു. പിന്നെ ഇത് നെഗറ്റീവാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. നമ്മുടെ സ്ട്രിപ്പറോടെ സ്ട്രിപ്പർ ഓക്കെ. നെഗറ്റീവ് വയറിനെ എടുക്കുക, ചെറുതായിട്ട് സ്ട്രിപ്പ് ചെയ്യുക. ചെറുതായിട്ടെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഈ നമ്മുടെ ഗ്ലൂ ഗണ്ണൊന്ന് കുത്തിയിടുമോ ജിൻസി? അതെവിടെയാണ്? നിലത്ത് കിടപ്പുണ്ടോ? അപ്പുറം കൊണ്ടേ കുത്തി വെച്ചാൽ മതി. ചൂടായി കഴിയുമ്പോൾ എടുത്തോണ്ട് വന്നോ. ഔട്ട്പുട്ട് ഈ സൈഡ് പോസിറ്റീവ്, മീറ്റർ വെച്ച് ചെക്ക് ചെയ്തു. ഇവരിവിടെ എഴുതിയിട്ടൊന്നുമില്ല. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഞാനൊരു 4 വോൾട്ട് കുറച്ചത് കൊണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഒരു വോളിയത്തിലും ഒരു കുറവ് വരാൻ പോകുന്നില്ല. കണ്ടോ, 31.9 വോൾട്ടുണ്ട്. ഇത് ഈ സൈഡ് പോസിറ്റീവ്, ഈ സൈഡ് നെഗറ്റീവ്. ഇപ്പോൾ നമുക്കവിടെ നമ്മൾ വയർ കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ നെഗറ്റീവ് വയറാണ് കൊടുക്കുന്നത്. നല്ല ഗേജുള്ള വയർ വേണേ. 2.5 ആണിത്. 2.5 ഗേജുള്ള വയർ വേണം ഇതിന് കൊടുക്കാൻ. മിനിമം 2.5 കൂടിയത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആംബിയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മുടെ ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് ആംബിയറിലാണ്. ആംബിയർ നമുക്ക് ഇടണം. ഇത് 10 ആംബിയറിൻ്റെ പവർ സപ്ലൈ ഇതിനകത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല.
അത് നമുക്ക് ആംബിയർ ട്രാൻസ്ഫർ ചെയ്യണം. വേണ്ട, അത് നമ്മൾ നെഗറ്റീവ് കൊടുത്തു, നല്ല കട്ടിക്ക് കൊടുത്തു, വലിച്ചു നോക്കി, നെഗറ്റീവ് കൊടുത്തു. ഇനി അപ്പോൾ അതിൻ്റെ ഇവിടെയാണ്, ഇങ്ങനെയാണ് ഇത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിവിടെ വന്നിട്ട് ഈ ഇതിലോട്ട് പോകാൻ വേണ്ടി നമുക്കൊരു ഇത്ര ഇത് മതിയായിരിക്കും ടെൻസി, ഇതുപോലെ ഇത്ര വേണോ? അത്ര വേണ്ട, അത്രയും വേണ്ട. ഒത്തിരി ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നെഗറ്റീവ്. ഇനി അതിൻ്റെ പോസിറ്റീവ് എടുക്കണം. ഒത്തിരി ആകുമ്പോൾ വളച്ചാകുമ്പോഴേ സൗകര്യം. അല്ല, ഞാനിത് വെച്ചാന്ന് വെച്ചാൽ ഇത് ഇവിടെ ഫ്രണ്ടിൽ പച്ച ലൈറ്റ് കത്തി നിൽക്കുന്ന വെട്ടം വരും, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വെച്ചത്. മനസ്സിലായില്ലേ? അതൊരു ഭംഗിയല്ലേ? പിന്നെ പോസിറ്റീവാണ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ നമ്മൾ അവനെ കൈകാര്യം ചെയ്യണം. പോസിറ്റീവ് നമ്മൾ വലിച്ചു നോക്കണം നല്ലപോലെ. ഓക്കെ, അവനും ഓക്കെയാണ്, ഇവനും ഓക്കെയാണ്. AC ഇവൻ്റെ അകത്ത് കറക്റ്റാണ് ഇത് ഇറങ്ങുന്നത്. ഇതിനകത്ത് ഇച്ചിരി ഇറങ്ങാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാനൊരു ഹെയർ ഹോൾ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഹീറ്റ് സിങ്കിന് ചൂടൊത്തിരി വന്നാലും ഇതൊരു എയർ ഹോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു 6 എയർ ഹോളാണേ. ഒരു 6 ടോപ്പിലുണ്ട് എയർ ഹോള്. അത് കൂടാതെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ 4 സൈഡിലോട്ടും 3 സൈഡിലോട്ടും 3 എയർ ഹോൾ വീതം ഇട്ടിട്ടുണ്ട്. പക്ഷേ എയർ ഹോൾ നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല. അത് ഈ പെട്ടിയുടെ നിർമ്മാണത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു രീതിയാണ്. ഒരു തുള്ളി പോലും പൊങ്ങി നിന്ന ഇതിനകത്ത് പവർ സപ്ലൈ ഇറങ്ങില്ല. അപ്പം ഇത് കണ്ടോ, ഇവിടെ എയർ ഹോൾ, ഇവിടെ എയർ ഹോൾ വരും, ഇവിടെ എയർ ഹോൾ വരും, ഇവിടെ വരും, ഇവിടെ ഉണ്ട്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് കണ്ടോ, സീൽഡാണ്. ആ ഇടയ്ക്കൂടെ അതിൻ്റെ എയർ പോകും. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. തുളയിട്ടതായിട്ട് എനിക്കും നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ കസ്റ്റമർക്ക് പോലും അറിയത്തില്ല. ഇത് ഞാൻ കൊടുക്കാൻ പോകുന്ന ആൾ പോലും അവിടെ ഞാൻ 6 തുളയിട്ടിട്ടുണ്ടെന്നുള്ളത് അയാൾക്ക് പോലും മനസ്സിലായില്ല, വീഡിയോ കണ്ടില്ലെങ്കിൽ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മളവിടെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഇച്ചിരി നല്ല കൂടിയ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കട്ടാക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇറങ്ങുമെന്ന് നോക്കട്ടെ. ഒട്ടും തള്ളി നിന്ന് ഇറങ്ങത്തില്ല. ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റ് അതിനകത്ത് വീണു. 1 ഇഞ്ച് പോലും കൂടുതലും ഇല്ല, കുറവുമില്ല. ഇവൻ ഇനി ഒട്ടിക്കാനും നിൽക്കണ്ട, പിട്ടിക്കാനും നിൽക്കണ്ട, കറക്റ്റ് സീറ്റായി. കണ്ടല്ലോ? ഇനി വാലി ചാടിച്ചാൽ ഇത് പോകത്തില്ല, അതുപോലെ ഇതിനകത്ത് സീറ്റായി. അങ്ങനെ ഒരു സാധനം എവിടെ കിട്ടും? ഈ പവർ സപ്ലൈക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കിയ പോലെ ആയിപ്പോയില്ലേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ പോസിറ്റീവിനെ നെഗറ്റീവിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. നമുക്ക് ഈ നേരെ അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവിനെ നെഗറ്റീവിനെ ഇവിടെ കണ്ടിക്കുകയാണ്, കട്ട് ചെയ്യുകയാണ്. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഇച്ചിരി ഇൻസുലേഷൻ കളയുക. അവിടെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അത് നല്ലപോലെ നോക്കി നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുക്കുക, ഇതിലേ എടുക്കുക. എടുത്തു, നമ്മളിത് എടുത്തു. ഇനി നമുക്ക് ആ ഗ്ലൂ ഗൺ ഒന്ന് എടുത്തുകൊണ്ട് വരാമോ? നമുക്ക് ഇതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഗ്ലൂ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. ഈ AC-ക്കും നമ്മൾ കവറിങ് കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ഈ വയറും ഇനി പുറത്തേക്ക് വരണ്ട, ഈ വയറും വലിയണ്ട. അതുകൊണ്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് കൊടുക്കുകയാണ് അതിന്. ഓക്കെ, ഞാൻ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കവർ ചെയ്തു. ഈ വയറും ഗ്ലൂ ചെയ്തു. ഇനിയിപ്പോൾ അതും വലിച്ചാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ഈ വയറിന് ഒരു വലി വരാതിരിക്കാൻ ഇവിടെയും ഞാൻ ഇച്ചിരി ഗ്ലൂ ഇടുകയാണ്. ഇവിടെയും ഗ്ലൂ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ജോലി കഴിഞ്ഞു. അവനെ അങ്ങ് മാറ്റി വെച്ചു. ഇനി ഇവനെ ആവശ്യം ഇല്ല. ഉണ്ട്, ഇവനെ കൊണ്ടൊരു ചെറിയ ആവശ്യം കൂടെ ഉണ്ട്. അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് അവനെ മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടി അടയ്ക്കണം. ഇതിൻ്റെ പെട്ടി എവിടെയും പെട്ടി ഒരു വെള്ള പെട്ടി ഉണ്ടായി. നമുക്കിതിൻ്റെ പെട്ടി അടയ്ക്കാം. പെട്ടി നമ്മൾ അടയ്ക്കുമ്പോൾ 4 സ്ക്രൂ ആണ് ഇതിന് നമുക്കിടുന്നത്. 1 2 3 രണ്ടെണ്ണം ആദ്യം ഇടാം. അപ്പോൾ ഇവിടെ നല്ല സൂപ്പർ എയർ ഹോളുണ്ട് മണ്ടയിൽ. കണ്ടല്ലോ നിങ്ങൾ? 3 എയർ ഹോൾ അവിടെ ഇട്ടിട്ടുണ്ട്. മറ്റേ വരുമ്പോൾ അതങ്ങ് അടഞ്ഞു പൊക്കോളും.
അത് മെറ്റലാണ്, അതിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആയിക്കോളും. ഒരു വലിയ 3 ഹെയർ ഹോളുണ്ട്, ഈ സൈഡിൽ 3 ഹെയർ ഹോളുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഹെയർ ഹോളുണ്ട്. അതിന് മാത്രം ഹീറ്റൊന്നും ഇതേ വരികയില്ല. അഥവാ ഇനി വന്നാലും നമ്മുടെ സാധനം അവിടെ ഇരുന്ന് ഉരുവോ പുഴുങ്ങോ ഒന്നും ചെയ്യരുത്. ഇതിപ്പം 2 സ്ക്രൂ അവന്മാർ ഇട്ടിട്ടുള്ളൂ. ഇവിടെയും ചൈനക്കാരുടെ സ്വഭാവം തുടങ്ങിയെന്ന് തോന്നും. ഇപ്പം ആ 2 എണ്ണത്തിന് ഞാൻ തുളയുണ്ടാക്കണം. അപ്പോൾ ഈ സ്ക്രൂവും കൂടെ നമ്മൾ 4 സ്ക്രൂ ഇവിടെ മുറുക്കുവാണ്. ഒരു സ്ക്രൂ കൂടെ ഉണ്ട്. പിന്നെ നല്ല സ്റ്റാർ സ്ക്രൂ ഒക്കെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ്, നല്ല പ്ലാസ്റ്റിക്കാണ്. അത് നോക്കി ഞാൻ തപ്പിയെടുക്കാൻ ചില പാട് വിട്ടു. ഇപ്പം 3 എണ്ണം മുറുക്കി. ഇനി ഒരുത്തനും കൂടെ ഉണ്ട്. 4-മത്തവൻ എവിടെ പോയി? കൂടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. മുസ്ലു ഉള്ളായിരുന്നോ? 4 എണ്ണം തന്ന പോലെയാണ്. ആ, ഇവിടെ ഉണ്ട്. അതിൻ്റെ അല്ല, ഇതിൻ്റെ ഇത് തന്നെ. ഓക്കെ. അപ്പോൾ ഒരു ചെറിയ മുനയിട്ടാലേ ഇത് ഇതാവുള്ളൂ. അവർ 2 എണ്ണം മുറുക്കി 2 സ്ക്രൂ അകത്തിട്ടാണ് വിടുന്നത്. വളരെ വിദഗ്ധന്മാരാണ്, നമുക്ക് പണി തന്നിരിക്കുകയാണ്. അതുകൊണ്ടൊരു വലിയ കുഴപ്പമൊന്നുമില്ല. അവർക്കത്രയും സമയലാഭം, അതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ മാർക്കർ ഇങ്ങെടുത്ത് നമുക്കിനി ഡേറ്റ് ഇട്ടില്ല. അവിടെ പോയി, അതാഴെ പോയി. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, നമുക്കൊരു DC കുത്താനുള്ളൊരു സോക്കറ്റുണ്ട്. ഈ സോക്കറ്റിനെ അടച്ചു വിട്ടാൽ മതി. ഇത് വേണ്ട, നമുക്ക് ഇതിലും സേഫ് ഇതാണ്. അപ്പോൾ പോസിറ്റീവ് ഇവിടെ ഉണ്ട്. നമ്മുടെ ചുമലയാണ് പോസിറ്റീവ്. ചുമല പോസിറ്റീവ് ഇത് കണക്ട് ചെയ്യുന്നു. ഇത് സ്ക്രൂ ചെയ്യുകയാണ്. അതെ, വലിച്ചു നോക്കണം, ഇല്ല പോരത്തില്ല. അപ്പം നെഗറ്റീവ് ഇത് അടുത്തത്. നെഗറ്റീവ് അതിൻ്റെ ഇപ്പുറം തന്നെ കയറ്റി സ്ക്രൂ ചെയ്യുകയാണ്. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പിടുത്തമാണ്, ഭയങ്കര പിടുത്തമാണ്, പിടിച്ച് പോകുന്നില്ല. ഇങ്ങനെ പോരരുത്, നമ്മൾ നോക്കണം. കറക്റ്റായിട്ട് ലോക്കായെങ്കിൽ ആ റെഡ് ഇരിക്കുന്ന പോലെ ഇരിക്കും. അല്ല, നാളെ ഒരാൾ പിടിച്ച് വലിച്ചാൽ പോരരുത്. അത് കറക്റ്റ് ആ വെട്ടിനകത്തോട്ട് കയറിയാൽ പിന്നെ പോരിയല. അത് നല്ലപോലെ കയറ്റി വെക്കണം. നല്ലപോലെ കയറ്റി വെച്ചിട്ട് വേണം സ്ക്രൂ ചെയ്യാൻ. അപ്പോൾ അവിടെ ലോക്ക് പോലെയുള്ളത് കറക്റ്റായി. പോസിറ്റീവ് നെഗറ്റീവ് ഇത് രണ്ടും ഓക്കെയാണ്. ഇത് കണ്ടോ, പൊരിയല, ഇതും പൊരിയല. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുകയാണ്. ഇനി നമുക്കൊരു ഏതാണ് അടച്ചു കളയണമെന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഇത് DC, അതവിടെ എന്തെങ്കിലും ഒരു വെള്ളം കൊണ്ട് തൊട്ട് കാണിക്കുക. ഇത് ഈ സാധനം DC അത് അടച്ചു കളയാം. ഇത് 16 തൊട്ട് 36 വരെ ഏത് വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യും. നമ്മൾ 32 കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്ലൂ ഗൺ ഇട്ടങ്ങ് അടയ്ക്കുവാണ്. കാരണം അവിടെ ഒരു ഷോർട്ടിങ് എന്തെങ്കിലും വീണ ഒരു ഇത് വരണ്ട. ഇനി സ്പീക്കർ മാത്രം കുറച്ചാൽ മതി. ഇത് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഇച്ചിരി ഗ്ലൂ ഗൺ ഇട്ട് വലിച്ചാൽ അങ്ങ് പോരും. ഞാനങ്ങ് അടച്ച് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കമ്പി വെച്ച് അവിടെ കുത്തുവോ എന്തെങ്കിലും വെച്ചാൽ ഷോർട്ടിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പവർ സപ്ലൈ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഈ പവർ സപ്ലൈയുടെ ഈ ജിഗിന് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അതിന് നമ്മൾ ഇച്ചിരി ഗ്ലൂ ഗൺ ഇട്ട് ഞാനൊരു ഇച്ചിരി കൂടുതൽ നീട്ടി ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഇത്രയും ശരിക്കും ആവശ്യമില്ല. ഇത് കറക്റ്റ് ചേർന്നിട്ടാലും മതി. നമുക്കിനി സ്റ്റിക്കറുണ്ട്, നമ്മുടെ 3M സ്റ്റിക്കർ തീരാറായി. എവിടെ പോയി? ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഇത്രയും നല്ല സ്റ്റിക്കർ കിട്ടുന്നില്ല. പണ്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ വാങ്ങിയതാണ് 3M സ്റ്റിക്കർ. തീരാറായി വരുന്നു. അപ്പോൾ നമ്മൾ ഇതാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പൊളിയത്തില്ല. പൊളിഞ്ഞ് ചുമ്മാ ഈസി ആയിട്ടൊന്നും പൊളിഞ്ഞു പോരത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സ്റ്റിക്കർ ഉപയോഗിക്കുകയാണ്. ഇതിനടി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നമുക്ക് വായിക്കാം. നിങ്ങളെ കാണിക്കാം, നിങ്ങളത് വായിച്ചു. പ്രോഡക്റ്റ് മോഡൽ ZK-AS21 പവർ സപ്ലൈ DC 16 to 38 വോൾട്ട് 10 ആംപിയർ. നമ്മൾ 10 ആംപിയർ 32 വോൾട്ടാണ് ഇപ്പോൾ നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. 16 തൊട്ട് 38 വരെ നമുക്കിതിന് കൊടുക്കാം. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.1 എന്നുള്ള ഏറ്റവും പുതിയ വെർഷനാണ്.
പിന്നെ ഓഡിയോ ഔട്ട്പുട്ട് ബ്ലൂടൂത്ത്, ഓഡിയോ ഇൻപുട്ട് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത്, ഓക്സ് പ്ലസ് USB ആണ്, മൂന്നുമുണ്ട്. പിന്നെ ഓഡിയോ ഔട്ട്പുട്ട് 2.1 റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചാനൽ പ്ലസ് സബ് ഊഫറാണ്. ഒരു മിനിറ്റ്. ആ ആ നിങ്ങളുടെ സ്ഥലം എവിടെയാ? നിങ്ങളുടെ സ്ഥലം എവിടെയാ? നന്നാക്കാം. നിങ്ങളുടെ സ്ഥലം എവിടെയാ? കൊണ്ടുപോകാം, നമുക്ക് നോക്കാം. ഓക്കെ, ശരി. കാഞ്ഞിരപ്പള്ളിയാണേ സ്ഥലം, കാഞ്ഞിരപ്പള്ളി. ആ, അപ്പോൾ കൊണ്ടുവന്നാൽ മതി. AC ഓണായിരുന്നു നോക്കി, AC ഓണാന്ന് നോക്കി. അതെ, അടുത്തത് നമ്മൾ പവർ സപ്ലൈ വാട്സ് 2.1 റൈറ്റ് ലെഫ്റ്റ് ചാനൽ പ്ലസ് സബ് ഊഫർ. പിന്നെ വോൾട്ടേജ് ഗെയിൻ 30 dB യു ക്യാൻ ചേഞ്ച്, അതായത് വോൾട്ടേജ് നമുക്ക് 30 dB ചേഞ്ച് ചെയ്യാൻ പറ്റും. പവർ ഔട്ട്പുട്ട് 220 വാട്ട്സ് പ്ലസ് 220 വാട്ട്സ് പ്ലസ് 350 വാട്ട്സ്, അതായത് 220 ഒരു സ്പീക്കറിന്, 220 അടുത്ത സ്പീക്കറിന്, 350 സബ് ഊഫറിന്. വോളിയം നോബ് സ്റ്റെപ്ലെസ് ട്യൂണിംഗ് ആണ്, സ്റ്റെപ്ലെസ് ആയിട്ട് ട്യൂണിങ് ചെയ്യാം വോളിയം നോബ്. സ്വിച്ച് മെക്കാനിക്കൽ സ്വിച്ചാണ്. സ്മാർട്ട് പ്രൊട്ടക്ഷൻ, ഓട്ടോമാറ്റിക്കലി റിക്കവറി. പ്രൊട്ടക്ഷൻ സ്മാർട്ടായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ റിക്കവറി ചെയ്യുന്ന സംവിധാനമുള്ള സെറ്റാണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സ്പീക്കേഴ്സ് 30 to 220 വാട്ട്സ്, അതായത് മിനിമം 30 വാട്ട്സിൽ കുറഞ്ഞ സ്പീക്കർ കൊടുക്കാൻ പാടില്ല. 220 വാട്ട്സിൻ്റെ സ്പീക്കർ വരെ കൊടുക്കാം. 3 ohms തൊട്ട് 8 ohms വരെ കൊടുക്കാം. 3 ohms തൊട്ട് 8 ohms വരെ കൊടുക്കാം. സബ് ഊഫറും അതുപോലെ തന്നെയാണ്, മിനിമം 30 വാട്ട്സ് കൊടുക്കണം, 350 വാട്ട്സ് വരെ കൊടുക്കാം. 3 to 8 ohms ആണ് ഇതും കൊടുക്കേണ്ടത്, സബ് ഊഫറും കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ. ഇതൊന്ന് അടുപ്പിച്ച് കാണിച്ചാൽ വായിക്കാൻ പറ്റുന്നവർ വായിച്ചോട്ടെ. ഈ ബോർഡിനെ സംബന്ധിച്ച് മുഴുവൻ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്പീക്കറിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങളെന്തെങ്കിലും കൊണ്ട് ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന് യാതൊരു വാറണ്ടി ഉള്ള സാധനമല്ല. ഇത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന സാധനങ്ങൾക്ക് ഒന്നും വാറണ്ടി ഇല്ല. അപ്പം വാറണ്ടി ഐറ്റമായിട്ട് വരുമ്പോൾ വേറൊരു ലെവലിലാണ് വരുന്നത്. അപ്പോൾ വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സാധനം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തരുന്നത് എപ്പോഴും. ചെക്ക് ചെയ്ത് ഇതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ സഹിക്കേണ്ടി വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡ്യൂളാണ്. ഇപ്പം ഞാൻ പലരോട് ഞാൻ അസംബിൾ ചെയ്ത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റിയത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മോഡ്യൂളാണ്. പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് അനുസരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അത് കത്തിപ്പോവും. അപ്പം നമുക്ക് തന്നെ ഇത് ഉണ്ടാക്കാനുള്ള ഒരു സ്മാർട്ട് പ്രൊട്ടക്ഷൻ ഇതിനുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഈ മോഡ്യൂളാണ്. ഇത് വാറണ്ടി ഇല്ലാത്ത ഐറ്റമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വ്യക്തവും കൃത്യമായിട്ട് പറയുന്നത്. ഇതൊരു ഫിനിഷ്ഡ് ആംപ്ലിഫയർ മോഡ്യൂളാണ്. ഈ മോഡ്യൂളിന് പവർ സപ്ലൈ വേണം, അങ്ങനെ പല കാര്യങ്ങൾ വേണം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് പവർ സപ്ലൈ വേണം, സ്പീക്കർ വേണം. നമ്മളൊരു ഹോം തിയേറ്റർ മേടിക്കുമ്പോൾ സ്പീക്കറും പവർ സപ്ലൈ അതിൻ്റെ കൂടെ വരുമ്പോൾ അവർ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് വെക്കുന്നത്. അപ്പം നമ്മളിത് നല്ലപോലെ കാൽക്കുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ആംപ്ലിഫയറിന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ഈ പവർ കൂടി ആമ്പ് വേണമെന്ന് പറഞ്ഞ് പവർ കുറഞ്ഞ സ്പീക്കറോട്ട് കൊണ്ടുപോയി കൊടുത്താൽ സ്പീക്കർ കത്തിപ്പോവും. അതിന് എന്നോട് പറഞ്ഞേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അത് പഠിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും അറിവ് കുറവുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇത് ഒട്ടിച്ചിട്ട് സ്പീക്കർ കൊടുത്ത് നോക്കാം. ഇരിക്കുന്നേ 350 വാട്ട്സാണ്. അപ്പോൾ അത്രയും വാട്ട്സുള്ള സ്പീക്കറോ കാര്യങ്ങളോ ചെയ്തെങ്കിൽ മാത്രമേ എങ്ങനെയുണ്ട് ഇത് മതിയല്ലോ. അത് ഞാൻ അസംബിൾ ചെയ്ത് തരണോ, നിങ്ങൾ തന്നെ അസംബിൾ ചെയ്തോളൂ? നിങ്ങൾ തന്നെ അസംബിൾ ചെയ്യുമോ? അത് അകത്തോട്ട് കയറ്റി ഒട്ടിക്കണമായിരുന്നു. എട്ടത്തായിട്ട് അതാണ് ഗുജറാത്തിനുള്ള സാധനമാണ്. നല്ലപോലെ നോക്കിയും കണ്ടൊക്കെ ഒട്ടിച്ചോളുക. ഇനി അത് കത്തി വെച്ചാണ് അത് പൊളിക്കാൻ എളുപ്പമുണ്ട്. പൊളിച്ചിട്ട് അത് കറക്റ്റ് സെൻറ്റർ നോക്കി വെക്കണേ. അതിങ്ങനെ ചരിച്ച് കത്തി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയാൽ മതി, അപ്പോൾ കിട്ടും. മതി, പോസ് ചെയ്തോ. ചേക്കട്ടെ, സെൻറ്ററാണോ? അവിടെ നോക്കിയേടാ. അവിടെ ഇവിടെ നീ നോക്കി ഏറ്റു നിന്ന് നോക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കി വെക്കണം.
ഒട്ടിയോ? വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടയില്ല. ഇത് 3M. വെച്ച് കഴിഞ്ഞൊരു ഇടയില്ല. പെട്ടെന്ന് എടുത്തു. മതിയില്ലേ? നോക്കിയേ മതി മതി മതി. നോക്കിയേ. ഓക്കെ. കറക്റ്റ് അല്ലേ നോക്കിയേ? കുറപ്പുണ്ടോ നോക്കിയേ? ഞെങ്ങിയില്ല. അല്ല, ഇവിടെ ഇച്ചിരി കുറവാ. ഇച്ചിരി ഫ്രണ്ടിലോട്ട് വരാം. ഇച്ചിരി ഫ്രണ്ടിലോട്ട് വരണം. രണ്ടിടം ഒരു ഫ്രണ്ടിലോട്ട് ഇച്ചിരി വന്നോട്ടെ. ഇത് ഇവിടെ ഇച്ചിരി കുറവാ. രണ്ടിടം ഒരുപോലെ വരണം. എനിക്കോട്ട് ഭയങ്കര ടാസ്ക് ആണല്ലോ തന്നെ. രണ്ട് സൈഡും ഒരുപോലെ ആയിരിക്കണം. ഫ്രണ്ടും ബാക്കും ഒരുപോലെ ആയിരിക്കണം. ഇനി സോണിച്ചാൻ ഏറ്റു നോക്കിയേ ഒരുപോലെയാണോ എന്നാ ഞാൻ ഏകദേശം ഒരുപോലെ വെച്ചോ. ഏറ്റു നോക്ക്, മുമ്പും വായിക്കും. ഇപ്പൊ ഒരുപോലെ വെച്ചോ. വെക്കുക. ഓക്കെ. ഇനി എടുക്കുകയല്ല. ഇനി എടുക്കണ്ട. ഇനി എടുക്കാൻ പറ്റിയല്ല. എടുത്താൽ പറിക്കാനേ പറ്റുള്ളൂ. അതാണ് 3M ടേപ്പിൻ്റെ പ്രത്യേകത. 3M ടേപ്പ് എന്നാ 3M ടേപ്പ് എന്നാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇതാണ് 3M ടേപ്പ്. ഇച്ചിരി നല്ല വിലയുള്ള ടേപ്പാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ടേപ്പാണ്. ആ ഒരു ടേപ്പിന് ഒരു 1000 രൂപയെങ്കിലും വില വരും. അപ്പം നമുക്കിനി സപ്ലൈ കൊടുക്കാം. സ്പീക്കർ ഓരോന്നെടുത്തു. ആദ്യം സബ്വൂഫറുണ്ട്. എടുത്തോ. ഞാൻ വയറിഞ്ഞ ഒരു 3 വയർ. ഞാൻ സബ്വൂഫർ ചെക്ക് ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ നടനെ ക്ഷണിക്കുന്നു. അതെ, ആ സബ്വൂഫറിൻ്റെ സ്പീക്കർ വയർ എടുത്തോണ്ട് വാ. ശരി, ഇതൊക്കെ പുള്ളിയും പഠിക്കട്ടെ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് സ്പീക്കറിന്. വളരെ മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമാണ്. ഇത് S എന്ന് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ സബ്വൂഫർ. എടുത്തു. S എന്ന് എഴുതിയിരിക്കുന്നതാണ് സബ്വൂഫർ. അപ്പോൾ ഈ ചുമ്മാ ഇങ്ങനെ സ്ക്രൂ അഴിച്ചിട്ട് ഈ സൈഡിൽ കൂടെ വെച്ചാൽ മതി. എൻ്റെ വയറിനെല്ലാം ഇച്ചിരി ഗേജ് കൂടുതലായതുകൊണ്ടാണ് ഇച്ചിരി കൂടുതലായിരിക്കണം. എന്നിട്ട് അത് മുട്ടാത്ത രീതിയിൽ ശരിക്കും ഔട്ട്പുട്ടുകളൊന്നും ഒരിക്കലും ഷോർട്ട് ചെയ്യാൻ പാടില്ല. ഷോർട്ടായാൽ അന്നേരം പോവും. അതുപോലെ ഇത് പവർ സപ്ലൈ പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ആവശ്യം കഴിയുമ്പോൾ ഊരിയിടണം. ഇടിയുള്ള സമയത്തൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സാധനം പോകാതിരിക്കും. അല്ലെങ്കിൽ പോവും. പിന്നെയും സാധനം പോയെന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. ഞാൻ പറയും എന്നാ ചെയ്യാനാ ചേട്ടാ, പോയെങ്കിൽ പോയി. മനുഷ്യൻ മരിച്ചു പോകുന്നു, പിന്നെ അല്ലേ ഒരു ആംപ്ലിഫയർ എന്ന് ഞാൻ ചോദിക്കും. 2 സ്പീക്കറും ഊഫറും കണക്ട് ചെയ്തു. ഇനി ഇവനെ നമ്മൾ ഔദ്യോഗികമായി ഓണാക്കാം. അപ്പം നമ്മൾ ആ ഗ്ലൂ ഗൺ ഓഫ് ചെയ്തേ. ടെൻസി ഗ്ലൂ ഗൺ ഇവിടെ ഇടാനുള്ള പശയെല്ലാം ഞാൻ ഇട്ടു. ഇവിടെ ഇട്ട് ഇച്ചിരി പൊങ്ങിപ്പോയി, എന്നാലും സാരമില്ല, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഞാനിത് ഓണാക്കുവാണ്. ഇത് ബ്ലൂടൂത്ത് മോഡിലാണ് കിടക്കുന്നത്. വോളിയൊക്കെ കുറച്ചാണ്. എല്ലാം കുറച്ചിടട്ടെ. എല്ലാം കുറച്ചിട്ടു. ഇനി നമുക്ക് ഒരു ബ്ലൂടൂത്ത് റിമോട്ട് എടുത്താൽ ഫാൻ ഇനി വന്നിട്ടോ എൻസി. എന്തി അത് റിമോട്ട് ഇവിടെ അങ്ങാണ്ട് വീഴുന്നുണ്ടായിരുന്നു. എടുത്തായിരുന്നോ? ചെയ്യുവാണ്. എന്താണ് ഇതിൻ്റെ പേര് എന്ന് ഞാൻ നോക്കട്ടെ. പെയർ ചെയ്തപ്പോൾ നമുക്ക് ഒരു പാട്ടിട്ട് നോക്കാം. ഓള് ഒത്തിരി കൂട്ടല്ലേ? ഒരാള് നമ്മളോട് രാവിലെ ഒരു സംശയം ചോദിച്ചില്ലേ എൻസി?
ബ്ലൂ ലൈറ്റ് പെയർ ആയി കഴിഞ്ഞ് പാട്ട് പാടുമ്പോൾ ഇത് മിന്നിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ, കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. ഇത് പെയർ ചെയ്ത് ഓണായി നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്ലേ ചെയ്യാത്ത സമയത്ത് ഇത് നീല തെളിഞ്ഞ് നിൽക്കും. ഇങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുത്ത് പുള്ളിയുടെ സംശയം എല്ലാവരും ഇത് കണ്ടോ. ഇത് പെയർ ആയി കഴിയുമ്പോൾ ഇങ്ങനെ നീല കത്തും. ഇനിയിപ്പോൾ പ്ലേ ചെയ്യുക, പ്ലേ ചെയ്യുമ്പോൾ ഇത് മിന്നാൻ തുടങ്ങും. ഇത് കംപ്ലൈൻ്റ് അല്ല, അങ്ങനെയാണ്. ഞാൻ കുഞ്ഞു സ്പീക്കറിലാണ് കൊടുത്തിരിക്കുന്നത്. വോളിയം കാൽഭാഗം വെച്ചിട്ടുള്ളൂ. നമുക്ക് അതൊന്നും ഇല്ലാത്ത മര്യാദ പാട്ടിടാം. ഫാൻ കറങ്ങുന്നില്ല, ചൂടാകുമ്പോഴായിരിക്കും കറങ്ങുന്നത്. വലിയ ഊഫർ വെക്കണം. ഇത് എൻ്റെ ഇപ്പം കത്തിപ്പോയി, ഞാൻ പകുതിയെ വെച്ചിട്ടുള്ളൂ. ആ മണിച്ചിത്രത്താഴിലെ പാട്ടാ. क्या आप फ्यूचर एंड ऑप्शन में ट्रेड करते हो? അല്ല, സൂപ്പർ സാധനം. ആ ഇതേറെ ഓടിക്കാം. She starts to dance. Oh, mystical, magical, beautiful queen of the night. Ooh, Shiva by her side. I know that's right. Look at her, liquid, damn. Don't play, cut it off, grow back, throw back. Oh, in the stands, tell me who can send it like that. Who's gonna stop me from giving my all? No way. Pull on my heartstrings and answer the call. Sunrise up, then she taking it down. Fantana, Fantana, ഇതേറെ മാറ്റാതെ ഇത് കാണിച്ചു കൊടുക്കും. ഇത് നെക്സ്റ്റ് പാട്ടെടുക്കാം. അണ്ട് വലിയ ബോക്സൊക്കെ മേടിക്കണം. അല്ലെങ്കിൽ ബോക്സ് ഒരു 12 ഇഞ്ചിൻ്റെ ബോക്സ് വെച്ചിട്ട് ഈ പാട്ടൊക്കെ അങ്ങോട്ട് വെച്ച് അടിച്ച് തയ്യാറാക്കണം.
സ്പീക്കർ കിടന്ന് സാർക്ക് നക്കിച്ചിരിച്ചാന്ന് കേൾക്കുന്നത്. കഴിഞ്ഞു എല്ലാം അയച്ചു വിടുകയാണ്. ഇത് പ്രൊഫഷണൽ കൊറിയർ എവിടെ പോയി കൊടുക്കും? അവനെ ഒന്ന് വിളിച്ച് നമ്മുടെ അരുണിനെ വിളിച്ച് കൊടുത്താലോ, പ്രൊഫഷണൽ കൊറിയർ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാലോ. ജെൻസി ഇത് പൊതിഞ്ഞ് അഡ്രസ്സ് എഴുതിക്കും. വേണ്ട ആൾക്കാർ, ഈ ബോർഡ് വേണ്ട ആൾക്കാർ നമ്മളെ ഒന്ന് വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഇത് ഗുജറാത്തിനുള്ള പാഴ്സലാണ്, ഗുജറാത്തിന് അയച്ച് സെറ്റ് ചെയ്ത് അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ലൈക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. താങ്ക് യു.